നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ പൊതുവിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ നിസ്കാര ശേഷം നമ്മൾ അത്ര ഒരു ഗൗരവമായിട്ട് കാണാൻ പറ്റും. ശ്രദ്ധിക്കണേ, ഇതുകൂടെ പറഞ്ഞ് 2 മിനിറ്റ്. നിസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് നമ്മൾ ചൊല്ലിയിട്ട് അതിന്റെ ദിക്ർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതൊക്കെ ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നതിൽ 100 ദിക്ർ തസ്ബീഹുകൾ പൂർത്തിയാക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആർക്ക്? നമുക്ക്. അതിന്ന് മൊത്തത്തിൽ എടുക്കപ്പെടുക. നമ്മൾ പലപോലെ ഇവിടെ നിന്ന് മാത്രമല്ല, പലപോലെ ജുമാഅത്തൊക്കെ എല്ലാവരും ഓടുകയാണ്. അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റാണ് ആവശ്യം. ഈ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ്. ശ്രദ്ധിക്കണേ, നമുക്ക് വേണ്ടിയാണ്. ഈ 2 മിനിറ്റ് 3 മിനിറ്റ് ഈ ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ നേട്ടം എന്താണെന്നറിയാം? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഇത്രയേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 കംപ്ലീറ്റ് ആയി. ഈ 100 ദിക്ർ, ഈ തസ്ബീഹ് ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അയാളുടെ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ശ്രേഷ്ഠതയുള്ളതിന് നമുക്ക് എന്താണ് എല്ലാവരും ചോടുക. ജുമാക്കാണെങ്കിൽ നിസ്കാരത്താണെങ്കിലൊക്കെ വളരെ അത്യാവശ്യമെങ്കിൽ പോകണം, അത് ശരിയാണ്. മറ്റുള്ള ഒരാവശ്യമില്ലാതെ വെറുതെ എണീച്ച് ഓടുന്ന രീതി നമ്മൾ മാറ്റിയിട്ട് ഞാനിത് ചൊല്ലിയിട്ട് ഇത് ഓടിയിട്ട് ഇത് നിർവഹിച്ചിട്ട് പോകൂ എന്ന് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കണം? കരുതണം. ആ ദിക്റുകൾ എന്നാൽ അത്ര പേര് പ്രധാനമാണ്, വളരെ മഹത്വമാണ്. ഒരു അഭിപ്രായ വ്യത്യാസം അറിയില്ല, ഒരു അഭിപ്രായ വ്യത്യാസം ലോകത്ത് ഇല്ല. അതുകൊണ്ട് നിസ്കാരശേഷം വീട്ടിൽ നിന്നായാലും പള്ളിയിൽ നിന്നാലും ഇവിടെ നിന്നാലും ഈ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് നമ്മൾ പിരിയാമോ. എന്നിട്ട് നിസ്കാര ശേഷമുള്ള ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഫർദ് നിസ്കാര ശേഷം നമ്മൾ നിർവഹിക്കുന്ന സംവിധാനം നമ്മളിൽ ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഫർദ് നിസ്കാരത്തിൽ പോരായ്മയുണ്ടായാൽ, ഫർദ് നിസ്കാരത്തിൽ പോരായ്മയുണ്ടായാൽ ആ പോരായ്മ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടും? സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് ഫുഖഹാ പറയാൻ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുക. നമ്മുടെ നിസ്കാരത്തിലൊക്കെ എന്തായാലും എന്തുണ്ടാവും? പോരായ്മ പലതുണ്ടാവും. അപ്പൊ അതെന്താക്കണം? പരിഹരിക്കപ്പെടണം, പ്രതിഫലം കിട്ടണമല്ലോ. അതുകൊണ്ട് സുന്നത്ത് അനിവാര്യമാണ്. കാരണം ഫർദ് എന്ന് പറഞ്ഞാൽ അത് മൂലധനാണ്. ശ്രദ്ധിക്കണേ, ഒരു കച്ചവടം ചെയ്യും ഒരാൾ 5000 രൂപയ്ക്ക് ദിവസം കച്ചവടം ചെയ്യാം. ശ്രദ്ധിക്കും, വൈകുന്നേരം 5000 രൂപ കിട്ടുന്ന കച്ചവടത്തിന് എന്തോ പോലെ ഉണ്ടാവും, ഒരു രസം ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് 5000 രൂപ കച്ചവടം ചെയ്ത് 7000, 8000, 3000 രൂപ ലാഭം കിട്ടിയാലോ സാറുണ്ട് കച്ചവടം, കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് നല്ല സാറുണ്ട്. കച്ചവടം ചെയ്യാൻ ആളെ ഏൽപ്പിച്ചാൽ അയാൾ അങ്ങനെ ചെയ്താലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നേരെ മറിച്ച് 5000 ഉറുപ്പ്യ മുടക്കി കുറച്ച് സാധനം വാങ്ങിയിട്ട് എന്തായി, ഉദാഹരണത്തിന് എന്തെങ്കിലും സാധനം കുറച്ച് ചരക്കുകൾ വാങ്ങി നമ്മുടെ ഒരാളെ ഏൽപ്പിച്ച ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കൊടുത്ത് അയാൾ വൈകുന്നേരം പറയും എന്താക്കാനാ ഈ 5000 തന്നെ കിട്ടിക്കൊണ്ടെന്ന് വന്നാൽ അയാളുടെ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. എന്നതുപോലെ ഫർദ് നിസ്കാരം മൂലധനമാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതി എന്താണ്? സുന്നത്തായ അമലുകളാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചതും അള്ളാഹു പഠിപ്പിച്ചതും എന്നാണ്. സുന്നത്തായ കർമ്മങ്ങൾ നിസ്കാരങ്ങളെ കൊണ്ടാണ് എന്റെ അടിമ എന്റെ തൃപ്തി നേടുന്നത്, ഫർദ് നിസ്കാരങ്ങളെ കൊണ്ട് എന്നല്ല പറഞ്ഞത്. ഫർദ് നിസ്കാരം കടമയാണ്, ബാധ്യതയാണ്. പക്ഷേ ബാധ്യതക്കും അപ്പുറത്ത് സുന്നത്തായ നിസ്കാരം കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം വർദ്ധിക്കുന്നു, റസൂലുള്ളാഹിന്റെ സ്നേഹം വർദ്ധിക്കുന്നു. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ 2 കാര്യമാണ് ഇന്നിവിടെ ഓർമ്മപ്പെടുത്തിയത്. ഇത് നാഫിയായ ഇൽമായിട്ട് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.